വയനാട്ടിലെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇന്ന് ജില്ലയിലെത്തും. 3 മണിയോടെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയോടെ കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും. ഇവരുമായി ശ്രീജിത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്നും. ശ്രീജിത്ത്, കെ സുരേന്ദ്രൻ കളം നിറയുന്നതോടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു ഗംഭീര തുടക്കം തന്നെയായിരിക്കും ഇന്നത്തെ റോഡ് ഷോ, അല്ലേ? തീർച്ചയായും കെ.പി. 2019 മുതൽ തന്നെ ദേശീയ തലത്തിൽ ഒരു ശ്രദ്ധേയമായ മണ്ഡലമാണ് ഈ വയനാട്. കാരണം നമുക്ക് തന്നെ അറിയാം, രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയതോടെയാണ് വയനാട് മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് തന്നെ മാറിയത്. അത്തരത്തിലൊരു മണ്ഡലത്തിലായിരുന്നു 2024 തിരഞ്ഞെടുപ്പിലേക്ക് കെ സുരേന്ദ്രനെ, കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അതോടെ തന്നെ ഈ വയനാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ പൂർണ്ണമായി നിലവിൽ മാറിയിരിക്കുകയാണ്. കാരണം സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. 2009 മുതലാണ് കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ ആരംഭിക്കുന്നത്. അത്തരത്തിൽ കാസർഗോഡ് 2 തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുകയുണ്ടായി. അതിനുശേഷം പത്തനംതിട്ടയിലും ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുകയുണ്ടായി. ഈ കെ സുരേന്ദ്രൻ ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ മുൻപ് ഏത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ എന്താണോ ആ മണ്ഡലത്തിന്റെ സ്ഥിതി, ആ മണ്ഡലത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ, അതിൽ നിന്ന് പൂർണ്ണമായി മറ്റൊരു വലിയ വ്യത്യാസം വരുത്തുവാൻ ഈ കെ സുരേന്ദ്രന് കഴിയും. ആ പ്രതീക്ഷയിലാണ് വയനാട്ടിലെ പ്രവർത്തകരും പാർട്ടി നേതൃത്വവും. കെ സുരേന്ദ്രന്റെ വരവോട് കൂടെ ഈ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും പാർട്ടി നേതൃത്വം ഉള്ളത്. എന്തായാലും 2019 വലിയ വിജയമായിരുന്നു രാഹുലിന് ലഭിച്ചത്. കാരണം പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വയനാടിന്റെ മേഖലയെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ അറിയാം, ഈ കേരളത്തിലെ തന്നെ, സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും പിന്നോക്കമായുള്ള ഒരു ജില്ലയാണ്. കാരണം ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം, അതോടൊപ്പം തന്നെ ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ, ഈ ചുരം ബദൽ പാതയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജില്ലയിലേക്കായിരുന്നു 2019 രാഹുൽ കടന്നു വരുന്നത്. തുടർന്ന് വലിയ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അതൊന്നും നിറവേറ്റാൻ കഴിഞ്ഞില്ല. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയത്താണ് കെ സുരേന്ദ്രന്റെ കടന്നു വരുന്നത്. അതിനാൽ തന്നെയാണ് ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം കേന്ദ്ര സർക്കാർ 2014 മുതൽ 24 വരെ കേന്ദ്രത്തിൽ ഭരണത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ തന്നെ ഭരണത്തിൽ വരുമെന്ന വ്യത്യസ്ത തരത്തിലുള്ള സർവേകൾ വരുന്ന സാഹചര്യത്തിൽ ഈ സുരേന്ദ്രന്റെ വിജയത്തിലൂടെ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വനവാസികൾക്ക് വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അവർ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതും കേന്ദ്രത്തിലും നരേന്ദ്രമോദിയുടെ മുന്നിലും എത്തിക്കുവാൻ കെ സുരേന്ദ്രന്റെ വിജയത്തിലൂടെ കഴിയുമെന്നാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഒരു അനായാസ വിജയം തന്നെയാണ് രാഹുൽ ആഗ്രഹിക്കുന്നത്. ഇതുവരെയും അത്തരത്തിലുള്ള ഒരു കളമാണ്, തെരഞ്ഞെടുപ്പ് ചിത്രമാണ് അവിടെ നടന്നിരുന്നത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ആനിരാജ, ഒരു ദേശീയ നേതാവ് എന്നുള്ള രീതിയിൽ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇടതുമുന്നണി കൊണ്ടുവന്ന ആനിരാജയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ശക്തമായ ഒരു സ്ഥാനാർത്ഥിയല്ല, തെരഞ്ഞെടുപ്പ് ചിത്രവും അവർക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ സഹായിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള വിമർശനം പൊതുവെ ഉണ്ടായിരുന്നു. പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും അത്തരത്തിലുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആശങ്കയൊക്കെയും വകഞ്ഞു മാറ്റി തന്നെയാണ് കെ സുരേന്ദ്രൻ എന്ന അതിശക്തനായ സ്ഥാനാർത്ഥി വരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ജയം അനായാസമാകില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം എൻ.ഡി.എയുടെ ഭാഗത്തിനും ഉണ്ടായിട്ടുണ്ട്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ മോദി ഗ്യാരണ്ടി അത്രത്തോളം വയനാട് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു വലിയ മിന്നുന്ന വിജയം കെ സുരേന്ദ്രന് സ്വന്തമാക്കാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളതും, അല്ലേ? തീർച്ചയായും കെ.പി. അത്തരത്തിലാണ്. കാരണം 2019 ഈ സീറ്റിൽ മത്സരിച്ചത് BDJS ആയിരുന്നു. അന്ന് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു മത്സരിച്ചത്. ആ സമയം എന്തായാലും രാഹുൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 4 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതിനെല്ലാം കവച്ചുവെക്കുന്ന രീതിയിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാനായിരുന്നു BJP നേതൃത്വത്തിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ BDJSൽ നിന്നും BJP ഈ സീറ്റ് ഏറ്റെടുത്തിരുന്നു. അതിനുശേഷം ശക്തമായ ഒരു സ്ഥാനാർത്ഥി ഇറക്കി വയനാട്ടിൽ മത്സരം കാഴ്ചവെക്കാനുള്ള ശ്രമം
ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് നിലവിൽ കെ സുരേന്ദ്രനെ വയനാട്ടിൽ മത്സരിപ്പിച്ചത്. അതോടൊപ്പം KP സൂചിപ്പിച്ചതുപോലെ ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവരാണ് ആനി രാജയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും. ആനി രാജയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്തായാലും രാഹുൽ ഗാന്ധി. അത്തരത്തിൽ അവർ കേന്ദ്രത്തിൽ ഡൽഹിയിൽ ഒരുമിച്ച് നിന്നിട്ട് വയനാട്ടിൽ അത്തരത്തിലൊരു സൗഹൃദ മത്സരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എന്തായാലും കെ സുരേന്ദ്രന്റെ കടന്നുവരവ്. അത് ഈ രണ്ട് സഖ്യത്തിനും വളരെ വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. കാരണം ഈ വയനാടിൽ 3 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്നും 2, അതോടൊപ്പം തന്നെ കോഴിക്കോട് നിന്നും 1. അത്തരത്തിൽ വലിയ ഈ സംഘടനാപരമായി നോക്കുകയാണ് BJPക്ക് സ്വാധീനം കുറഞ്ഞ മണ്ഡലങ്ങളാണ്. പക്ഷേ നാം കാസർഗോഡായാലും പത്തനംതിട്ടയിലായാലും കണ്ടതായിരുന്നു ഈ സംഘടനാപരമായി സ്വാധീനം കുറഞ്ഞ മണ്ഡലങ്ങളിൽ കെ സുരേന്ദ്രൻ എത്തി ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും 3 ലക്ഷത്തിലധികം വോട്ട് പിടിക്കുവാനും പത്തനംതിട്ടയിൽ ഉൾപ്പെടെ കഴിഞ്ഞു. അതിനാൽ തന്നെയാണ് വയനാട്ടിലെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്യമൃഗശല്യം ഉൾപ്പെടെയുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെയോ അതോടൊപ്പം തന്നെ രാഹുലിൻ്റെയോ പരിഗണനയിലേക്ക് എത്തിക്കുവാൻ ജനങ്ങൾ പലതവണ ശ്രമിച്ചെങ്കിലും അതൊന്ന് നടപ്പിലാക്കുവാൻ ഈ സംസ്ഥാന സർക്കാരിനും MPക്കും ഉൾപ്പെടെ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ വിജയിപ്പിച്ചെങ്കിലും ലോക്സഭയിൽ ഉൾപ്പെടെ ഹാജരാകുന്നതിൽ ഉൾപ്പെടെ രാഹുൽ വലിയ പരാജയമായിരുന്നു. കാരണം കേരളത്തിൽ തന്നെ ഉള്ള MPമാരിൽ ഏറ്റവും മോശം പ്രകടനമുള്ള ഒരു MPയായി രാഹുൽ മാറിയിട്ടുണ്ട്. കാരണം ഈ ലോക്സഭയിൽ ഹാജർ നില വെറും 51% മാത്രമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഈ വയനാട് ഫേസ് ചെയ്യുമ്പോൾ അതൊന്നും ഈ ലോക്സഭയിൽ ഉന്നയിക്കുവാനോ അതിനെയൊന്നും ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ചർച്ചയാക്കുവാനോ എന്തായാലും രാഹുലിന് കഴിഞ്ഞില്ല. കാരണം ഈ മണ്ഡലങ്ങളിൽ രാഹുൽ എത്തുന്നത് തന്നെ ഒരു 9-10 തവണ മാത്രമായിരുന്നു ഇത്തരത്തിൽ വയനാട്ടിൽ രാഹുൽ സന്ദർശനം നടത്തിയത്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു ജനങ്ങൾ 2019 വിജയിപ്പിച്ചു വിട്ടത്. എന്തായാലും ഈ 2024 ശക്തമായ മത്സരം നിലവിൽ വയനാട്ടിൽ നടക്കുന്നുണ്ട്. രാഹുൽ എന്തായാലും മുൻപ് വിജയിച്ചതിൻ്റെ അത്ര വിജയം എന്തായാലും എളുപ്പമാകില്ല. KP ഇതിലും കെ സുരേന്ദ്രൻ, വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ്. വൈകിട്ട് 3 മണിയോടെ അതിഗംഭീരമായ അതിജ്വലമായ റോഡ് ഷോയോടാണ് കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത്. വിവരങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്.